എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശോയുടെ കാലത്ത് യഹൂദ ആചാരപ്രകാരം എങ്ങനെയാണ് പെസഹ ഒരുക്കിയിരുന്നത്, ആഘോഷിച്ചിരുന്നത്, അവരെങ്ങനെയാണ് ഇരുന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പരിശോധിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ടാലേ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭവനത്തിലുള്ള ആളുകളെല്ലാവരും പ്രധാന മുറിയിൽ ഒരുമിച്ച് കൂടി കുടുംബനാഥൻ അപ്പം മുറിച്ച് അത് പാലിൽ മുക്കി നമുക്ക് തരുന്ന രീതിയാണ് നമ്മൾ ഇന്ന് പിന്തുടരുന്നത്. ഈശോയുടെ കാലത്ത് ഇതുപോലെ തന്നെ പ്രധാന മുറിയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടും. ഇതിന് 3 ഘട്ടങ്ങൾ ആണ് യഹൂദ നിയമം അനുശാസിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ തന്നെ തുടരണം എന്നുള്ളതുമുണ്ട്. ഇതിൻ്റെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത് പ്രഥമ ചഷകം എന്ന് പറയുന്ന ഒരു ഗ്ലാസ് വീഞ്ഞ് കുടിക്കലാണ്. ആ വീഞ്ഞ് വെള്ളം ചേർത്ത വീഞ്ഞാണ് കുടിക്കുക. ആ വീഞ്ഞ് എടുത്ത് സ്വസ്ത്രം ചെയ്ത് വീഞ്ഞ് കുടിച്ചതിന് ശേഷം കൈ കഴുകി വീണ്ടും സ്വസ്ത്രം ചെയ്യുന്നതോടുകൂടെയാണ് ആദ്യഘട്ടം അവസാനിക്കുക. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ പെസഹ ഒരുക്കലാണ്. അതായത് ഈ പ്രധാന മുറിയിലേക്ക് ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ക്രമപ്പെടുത്തും. അത് ക്രമപ്പെടുത്തുന്നത് പ്രധാന മുറിയിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇരിക്കുന്ന വിധമാണ്. ഇപ്പം നമ്മളുടെ ഡൈനിങ് ടേബിൾ പോലെയുള്ള 3 മേശകൾ ഇങ്ങനെ ചതുരാകൃതിയിൽ ഇടും. അപ്പോൾ ഈ ഭാഗം ഓപ്പണാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ 3 ഭാഗത്തേക്കും കൃത്യമായിട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് നിരത്തി വയ്ക്കാനായിട്ട് കഴിയും. ഈ മേശയുടെ അപ്പുറത്ത് ഇരിക്കാനുള്ള സോഫകൾ, നമ്മൾ ഇന്നത്തെ ഭാഷ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഇരിക്കാനുള്ള സോഫകൾ. സോഫയുടെ മോഡല് തന്നെയാണ്, ഇങ്ങനെ ചാരി ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ഈശോയുടെ ഒടുവിലത്തെ അത്താഴ ചിത്രം നമുക്ക് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ സോഫയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സോഫയിൽ 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് അത് ക്രമീകരിക്കുക. 3 പേര് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കാല് പിന്നിലേക്ക് കയറ്റി വെച്ച് ഇരിക്കാം. കാല് നീട്ടി വലതുവശം ചരിഞ്ഞ് കിടന്നാണ് ഭക്ഷിക്കുക. അത് യഹൂദന്മാരുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇതുപോലെയുള്ള ഒത്തുചേരലിനുമെല്ലാം പ്രത്യേകമായിട്ട് ഉള്ളൊരു കാര്യമാണ്. ഒരു വശത്തേക്ക് വലതുവശത്തേക്ക് ചരിഞ്ഞ് കാല് നീട്ടി വെച്ച് കിടന്നാണ് ഭക്ഷണം കഴിക്കുക. ഈശോയുടെ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ സമയത്ത് നമുക്ക് കാണാം യോഹന്നാൻ ഈശോയുടെ വക്ഷത്തിലേക്ക്, മാറിടത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. നമുക്കത് യോഹന്നാൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്കായിട്ടാണ് കാണുന്നത്. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, ആരാണ് കർത്താവ്? അപ്പോൾ യേശുവിൻ്റെ വക്ഷത്തിലേക്ക് യോഹന്നാൻ ചരിഞ്ഞു കിടക്കാനുണ്ടായിരുന്ന ഒരു കാരണം ഇതാണ്. ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സാഹചര്യവും ഇത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 13:4 പറയുന്നു, അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അപ്പോൾ യഹൂദന്മാരുടെ ഭക്ഷണം കഴിക്കുന്ന രീതി ഇതാണ്. അത്താഴത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതുപോലെ തന്നെ വേറൊരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ കർത്താവ് പരീശന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് കർത്താവിന്റെ പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവളുടെ കണ്ണീർ വീണ് കർത്താവിന്റെ കാൽ നനഞ്ഞപ്പോൾ തലമുടി കൊണ്ട് അവൾ തുടയ്ക്കുവാനും തൈലം പൂശുവാനും കഴിഞ്ഞത് കർത്താവ് ഇപ്രകാരം കാലുകൾ നീട്ടി വെച്ച് കിടന്നിരുന്നത് കൊണ്ടാണ്. ഇപ്രകാരം അത്താഴ സമയത്ത് ശിഷ്യന്മാർ ചാരിക്കിടക്കുന്ന അവസ്ഥയിലാണ് കർത്താവ് ഈ കാല് കഴുകലും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഭക്ഷണം, പെസഹ കഴിക്കാനുള്ള ഭക്ഷണം ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. നമ്മൾ മേശയിൽ ഇരിക്കുന്ന കാര്യം പറയുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കൊണ്ടുവരുന്ന ഭക്ഷണം എന്ന് പറയുന്നത്
ഒരു കയ്പ് സാലഡ്, പുളിപ്പില്ലാത്ത അപ്പം, തീയിൽ പ്രത്യേക രീതിയിൽ മുഴുവനായി ചുട്ടെടുത്ത പെസഹ കുഞ്ഞാട്, ഈന്തപ്പഴം, അത്തിപ്പഴം, ഉണക്കമുന്തിരി ഇവ വിനാഗിരിയിൽ കുഴച്ചു ചേർത്തുണ്ടാക്കിയ കുറുകിയിരിക്കുന്ന ഒരു സോസ്. ഇവയാണ് ആചാരപ്രകാരമുള്ള പെസഹ വിഭവങ്ങൾ. ഇവയിൽ നിന്നും അവസാനത്തേതായ സോസ് മാത്രം കുറേശ്ശെ ഓരോരുത്തരും ഓരോ പാത്രത്തിലെടുക്കുന്നു. സ്വസ്ത്രം ചെയ്ത് ഈ സോസ് കഴിക്കുന്നതോടെ രണ്ടാം ഘട്ടം തീരും. ഈ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് മുൻപിൽ വിളമ്പി വച്ചിരിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഓരോന്നായി എടുത്ത് മാറ്റപ്പെടുന്നു. ഭക്ഷണ സാധനങ്ങളുടെ സ്ഥാനത്ത് ഓരോ ഗ്ലാസ് വീഞ്ഞു കൊണ്ടുവന്ന് വയ്ക്കുന്നു. കുട്ടികളാകെ ആകാംക്ഷഭരിതരായി ഇതെന്താണ് ഭക്ഷണ സാധനങ്ങൾ മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഈ അവസരത്തിൽ കുടുംബനാഥൻ അവർക്ക് പെസഹായുടെ ചരിത്രം, എന്തുകൊണ്ടാണ് പെസഹ ആചരിക്കുന്നതെന്നും അതെങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്നും തോറയിൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതും എന്നുമൊക്കെ ഇവരെ പറഞ്ഞ് വളരെ ഭംഗിയായി മനസ്സിലാക്കുകയാണ്. അതിനുശേഷം എടുത്തുകൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ അവരുടെ മുൻപിൽ തിരികെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. തിരികെ കൊണ്ടുവന്നതിന് ശേഷം തോറയിലെ 113, 114 സങ്കീർത്തനം അവരൊരുമിച്ച് പാടി ചെറുതായി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം മുൻപിൽ വച്ചിരിക്കുന്ന ഒരു കപ്പ് വീഞ്ഞ് ആദ്യം കുടിക്കുന്നു. ഇപ്പോൾ കുടിക്കുന്നതിനെ ദ്വിതീയ ചഷകം എന്നാണ് അവർ വിളിക്കുന്നത്. അതിനുശേഷം കൈ കഴുകിയിട്ട് കൊണ്ടുവയ്ക്കപ്പെട്ട പെസഹ ഭക്ഷണം ശരിയായി ഭക്ഷിക്കുന്നു. വീണ്ടും കൈ കഴുകിയ ശേഷം മൂന്നാമത് ഒരു കപ്പ് വീഞ്ഞു കൂടി കുടിക്കുന്നു. ഇതിനെ അനുഗ്രഹ ചഷകം എന്നാണ് അവർ പറയുന്നത്. കുടുംബനാഥൻ ഈ കപ്പ് വീഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് സ്വസ്ത്രം ചെയ്യും. ഒടുവിലത്തെ അത്താഴ വേളയിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് അപ്പമെടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് പറയുന്നതും വീഞ്ഞെടുത്ത് ഇതെൻ്റെ രക്തമാണ് എന്ന് പറയുന്നത് ഈ പെസഹ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള ഈ മൂന്നാം ഘട്ട അവസാനത്തിൽ കുടിക്കുന്ന വീഞ്ഞിൻ്റെ കപ്പെടുത്തിട്ടാണ് ഈശോനാഥൻ ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നത്. അവിടെയാണ് കുർബാനയുടെ സ്ഥാപനം. പെസഹ കാലത്തെ യഹൂദന്മാരുടെ ആചാര രീതികൾ ഇപ്രകാരമായിരുന്നു. ഈ പെസഹായുടെ ഈ ക്രമം വളരെ ഭംഗിയായി കൃത്യമായി യേശുവും ശിഷ്യന്മാരും പാലിച്ചതിന് ശേഷമാണ്, അവരുടെ ഈ കൃതജ്ഞതാ സ്വസ്ത്ര പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ഒലിവുമലയിലേക്ക് പോകുന്നത്. ഇതാണ് പഴയ നിയമത്തിലെ പെസഹ ഒരിക്കലും നമ്മുടെ ഇന്നത്തെ കാലത്തെ പെസഹയുമായിട്ടുള്ള വ്യത്യാസം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇടാം. എല്ലാവർക്കും നമസ്കാരം.